താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1895 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമുക്കെല്ലാവർക്കും ആരാധ്യയും ബഹുമാന്യയും സ്നേഹനിധിയുമായിട്ടുള്ള ഡോക്ടർ രമാദേവി അമ്പാടി അമ്മയാണ്. അമ്പാടി അമ്മയുടെ ഈ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. അമ്പാടിയമ്മയെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നും നമ്മോടൊപ്പം സൂം പ്ലാറ്റ്ഫോമിൽ എത്താറുണ്ട്. അമ്പാടിയമ്മ എറണാകുളം നോർത്ത് പറവൂരിൽ അമ്പാടീസ് ഹോമിയോ ക്ലിനിക്ക് നടത്തി വരുന്നു. കൂടാതെ 2021 സ്വാമി ആതിരദാസ് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ്. ഇനി ഹോമിയോപ്പതിയിലെ ഇൻഫെർട്ടിലിറ്റി മേഖലയിൽ സ്വന്തം കഴിവ് വളരെ നല്ല രീതിയിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് കൈകാര്യം ചെയ്തു വരുന്നു. കൂടാതെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചും അല്ലാത്ത ഹോമിയോപ്പതി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചും ക്ലാസ്സുകൾ എടുത്തു വരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ അമ്പാടിയമ്മയെ ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ലാസ് തുടങ്ങാം. അമ്മേ. താങ്ക് യു ശൈല. ശൈലയുടെ നല്ല വാക്കുകൾക്ക് 1000 നന്ദി. പിന്നെ ഇന്നലെ രാവിലെയാണ് ധനേഷ് വിളിച്ചു പറഞ്ഞത് ഒന്ന് ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാമോ എന്ന്. പക്ഷെ ഇന്നലെ ഞാനും ശാന്തയും കൂടി ഗുരുവായൂർക്ക് പോവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നലെ പറ്റിയില്ല. അപ്പൊ ചോദിച്ചു ഇന്ന് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ കാര്യമേ അങ്ങോട്ട് മറന്നുപോയി. അത് കഴിഞ്ഞ് ഇന്ന് എന്നോട് വൈകുന്നേരം എൻ്റെ മോള് ചോദിച്ചു, മമ്മി പ്രിപ്പയർ ചെയ്തോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച ഞാനൊന്ന് ബാലിയിൽ പോകുന്നുണ്ട് 13-ാം തീയതി. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നമ്മളെ ഇനി 4-5 ദിവസം ഉണ്ടല്ലോ പ്രിപ്പയർ ചെയ്യാന്ന്. അപ്പൊ അവള് ചോദിക്കും, ഇല്ല മമ്മി ഇന്നത്തെ ക്ലാസ് മമ്മിയുടെ അല്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഭഗവാനെ എൻ്റെ ക്ലാസ് ആണല്ലോ എന്ന്. അപ്പൊ ഞാൻ വേഗം ഇവിടെ വന്നിരുന്ന് ആലോചിച്ചു എന്താ എടുക്കണ്ടേ എന്നുള്ളത് ആലോചിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഇൻസിഡന്റ്, വളരെ ബിറ്റർ ആയിട്ടുള്ള ഒരു സംഭവം നടന്നു ഇവിടെ. അതായത് ഞങ്ങളുടെ നെയ്ബറായിട്ട്, അതായത് ഒരു 2 ഫർലോങ് അപ്പുറത്താണ് അവർ താമസിക്കുന്നത്. അവർക്ക് ഒരു ഹലൂസിനേഷൻ, അതായത് അവരുടെ മകനെ ആരോ തല്ലിക്കൊന്നു. അവൻ ജോലിക്ക് പോയേക്കാണ്. മകനെ തല്ലിക്കൊന്നു. അവനെ അവിടെ തല്ലിക്കൊന്ന് അവരുടെ ഓഫീസിന്റെ ടെറസിൽ ഇട്ടേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാനിക്കായിട്ട് വന്നിട്ട് ഞങ്ങളുടെ നെയ്ബേഴ്സിന്റെ ഇപ്പൊ തൊട്ട് നെയ്ബറിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേഷനാണ് അവര്. അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ അടുത്ത് വന്നിട്ട് കുറെ നേരം അവരോട് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഒന്നുമില്ല, ദീപു എന്നാ മകന്റെ പേര്, ആ ദീപുവിനെ ഞാൻ വിളിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ദീപുവിനെ വിളിച്ചു കൊടുത്തു. ദീപുവിനെ വിളിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വേഗം ഇവരെ കൊണ്ടുവന്ന് സ്കൂട്ടറിൽ കൊണ്ട് വീട്ടിലാക്കി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നേക്കാണ് അവരുടെ മൂത്ത മകന് ജയനെ ആരാണ്ടോ ഇതിലെ കത്തി കൊണ്ട് കുത്തിയിട്ട് ജയൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആരും കൊണ്ടുപോകാനില്ല എന്ന് പറഞ്ഞിട്ട് വന്നേക്കുക. അങ്ങനെ ഓരോരോ ഹലൂസിനേഷൻ പറഞ്ഞ അവര് 4-5 പ്രാവശ്യം ഈ ഉണ്ണിയുടെയും തൊട്ടപ്പുറത്ത് അവരുടെ തന്നെ ഒരു ഒത്തിരി റിലേഷനാണ്, ഒരു പപ്പിനി എന്ന് പറയും, അവരുടെയും വീട്ടിലേക്ക് വന്നു. ഈ 4-5 പ്രാവശ്യവും ഈ ഉണ്ണി തിരിച്ചു കൊണ്ടുവന്ന് സ്കൂട്ടറിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ പ്രാവശ്യം, അതായത് ഒരു 7:15 മണിയായപ്പോൾ ഇവര് പിന്നെയും വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ അവരുടെ ലൈറ്റൊക്കെ അണച്ചിട്ട് ഗേറ്റും പൂട്ടി ലൈറ്റും ഒക്കെ അണച്ചു. അത് കഴിഞ്ഞിട്ട് ഇവര് കുറേ തട്ടിയിട്ട് ഇതാവില്ല. ഉടനെ അവര് ഈ പപ്പിനിയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും അവരും ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇതൊന്നും അറിയണില്ല. ഞാനും പ്രയറും കഴിഞ്ഞ് മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇവര് വന്നിട്ട് ഇവര് വന്ന വഴിയെ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അവര് പറയാ, എൻ്റെ മകനെ ഇങ്ങനെ ഇതായി. എന്നിട്ട് ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ട് ഉണ്ണിയെ എടുക്കണില്ല. ഞാൻ പറഞ്ഞു,
അവിടെ ഉണ്ണി ഉണ്ടാവില്ല. ഉണ്ണി അവരുടെ സിസ്റ്ററിന്റെ വീട്ടിൽ പോണൂന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നിട്ടും ഇവര് പോണില്ല. അവസാനം ഞാൻ പിന്നെ ഉണ്ണിയെ വിളിച്ച് ഇതിനെ തിരിച്ച് ഇവരെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി. പക്ഷെ എനിക്കത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം 85 വയസ്സുള്ള ഒരു ലേഡിയാണ്. 2 ആൺമക്കളാണ്. അപ്പൊ ഒരു സ്ത്രീക്ക് വയസ്സാവുമ്പോഴുള്ള ഒരു അനുഭവം ഇങ്ങനെ ആവുമ്പഴ് എന്ത് ചെയ്യും? അവരാണെങ്കിൽ ഹെൽത്തിയാണ്. ഹെയിൽ ആൻഡ് ഹെൽത്തി. ബാക്കി മെന്റലി അവരിങ്ങനെയാണെങ്കിലും അവര് നല്ല അസ്സലായിട്ട് നടക്കുകയും എല്ലാത്തിനും കാണാനും നല്ല ഭംഗിയാ അവരെ കാണാൻ. അത് വളരെ ഇതായിട്ട് ഇങ്ങനെ നടക്കണ കാണുമ്പോ എനിക്കങ്ങോട്ട് ഭയങ്കരായിട്ട് വിഷമായി. എനിക്ക് വിഷമംന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ ഭഗവാനെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ എനിക്ക് ഒരു നെഞ്ചുവേദനയോ എനിക്ക് ഒരുമാതിരി വല്ലാത്ത ഡെസ്പറേഷൻ തോന്നിയപ്പോ ഞാൻ റെസ്ക്യൂ റെമഡി എടുത്ത് കഴിച്ചു. റെസ്ക്യൂ റെമഡി കഴിച്ചപ്പോ ബാച്ച് ഫ്ലവറിന്റെ റെസ്ക്യൂ റെമഡി കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഒരു ആശ്വാസം പോലെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ എൻ്റെ ഉണ്ണി വിളിച്ചേക്ക ചേച്ചി അവര് പിന്നെയും വന്ന് ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവർക്ക് റെഡ് ചെസ്റ്റ്നട്ടും ആസ്പനും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു 30 തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 15 തുള്ളി വീതം. അത് എടുത്തിട്ട് ഞാൻ അവർക്ക് ഒരു ഔൺസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അവർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തിട്ട് ഞാൻ അവരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലാണ് ഞാനത് തുറന്നു വെച്ചിട്ടാണ് പോയിരുന്നത്. അപ്പൊ ഞാൻ മനോജിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് മനോജ് എന്നോട് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാൻ പറ്റിയില്ല. അതിന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മനോജ്, അതുകൊണ്ടാണ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്യായിരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ ഈ ബാച്ച് ഫ്ലവർ റെമഡിയെ പറ്റി ആലോചിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ ബാച്ച് ഫ്ലവർ റെമഡിയെ പറ്റി തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഈ ഈ ഇതില് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ റെഡ് ചെസ്റ്റ്നട്ട് കൊടുത്തതെന്ന് വെച്ചാല് ഈ റെഡ് ചെസ്റ്റ്നട്ടിന്റെ ഒരു സിംപ്റ്റം എന്താന്ന് വെച്ചാല് അവരുടെ മനസ്സ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുത്തന് അവന് എന്തോ സംഭവിച്ചു, അവനെന്തോ സംഭവിക്കാൻ പോണു, അല്ലെങ്കിൽ സംഭവിച്ചു, അല്ലെങ്കിൽ സംഭവിക്കും. അങ്ങനെയുള്ള ആ ഒരു ചിന്തയിൽ ഇവരങ്ങ് വല്ലാതെ ഒരു പാനിക് ആവും. അതുപോലെ തന്നെ ആസ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കൊരു ഫിയർ, അത് നോൺ ഫിയർ, അതായത് ഇവരുടെ മോനെ കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലും. അങ്ങനെയുള്ള ആ നോൺ ഫിയർ ഇത് രണ്ടുമാണ് ഈ റെഡ് ചെസ്റ്റ്നട്ടും ആസ്പനും അവർക്ക് കൊടുക്കാൻ എനിക്ക് ഇന്നലെ സാധിച്ചത്. അപ്പൊ ഇന്ന് ഉണ്ണി വൈകുന്നേരം ചെന്നപ്പോ പറഞ്ഞു ചേച്ചി അവര് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് അവരെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ അവര് ചിരിക്കണമെന്ന്. ഞങ്ങൾ വെറുതെ നിങ്ങളെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു അല്ലേ എന്ന് ചോദിച്ചു എന്ന്. എന്നാലും ഞാൻ പറഞ്ഞു ആ മരുന്ന് കുറച്ച് ദിവസം കൂടി ഒരു ഇതില് ഞാൻ ഒരു പിൽസിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കൂടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഈ ബാച്ച് ഫ്ലവർ റെമഡിയെ പറ്റി തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. ഈ ബാച്ച് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ബാച്ച്, അതൊരു അലോപ്പതി ഡോക്ടറായിരുന്നു. നമ്മുടെ ഹനുമാനെ പോലെ ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ ആദ്യം മെഡിക്കൽ ഓഫീസറായിരുന്നു. കാഷ്വാലിറ്റിയിലും മെഡിക്കൽ ഓഫീസറായി. അത് കഴിഞ്ഞ് അവിടുത്തെ ആ കാഷ്വാലിറ്റിയിൽ ഇതെല്ലാം കണ്ട് കണ്ട് സഹിക്കാൻ വയ്യാതെ എന്നിട്ടും അവർക്കൊരു അധികവും ഇതുകൊണ്ട് ഈ അലോപ്പതി മരുന്ന് കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടണില്ലെന്ന് മാത്രമല്ല അവർക്ക് കുറേ ബാഡ് ഇഫക്റ്റ് ഉണ്ടാവണം എന്നുള്ള ഒരു ഇത് കാരണം അങ്ങേര് ബാക്ടീരിയോളജിസ്റ്റ് ആയിട്ട് മാറി. അവിടുന്ന് ആ കാഷ്വാലിറ്റിന്ന് മെഡിക്കൽ ഓഫീസർ മാറി ബാക്ടീരിയോളജിസ്റ്റ് ആയി. എന്നിട്ടും അങ്ങേർക്ക് തൃപ്തിയില്ല. ആ സമയത്താണ് അങ്ങേര് ഹോമിയോപ്പതി പഠിച്ചു. ഹോമിയോപ്പതി പഠിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷെ അങ്ങേർക്ക് മനസ്സിലായി അലോപ്പതി മരുന്നും ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല ഈ ഹോമിയോപ്പതി ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ സിമിലിമം കണ്ടുപിടിക്കാനും അതിൻ്റെ പ്രോപ്പർ പൊട്ടൻസി കണ്ടുപിടിക്കാനും പ്രോപ്പർ ഡോസ് കണ്ടുപിടിക്കാനും ഒക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായിട്ട് അങ്ങേര് അതും ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അങ്ങേര് ഇങ്ങനെ നമ്മുടെ ഗൗതമ ബുദ്ധൻ ഒരു ആളുടെ ദുഃഖം കണ്ടിട്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് കൊട്ടാരവും രാജ്യവും ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഹനുമാൻ ഈ അലോപ്പതി മരുന്നിന്റെ ബാഡ് ഇഫക്റ്റ് എല്ലാം കണ്ട് മനം മടുത്ത് ആ സിസ്റ്റം തന്നെ ഉപേക്ഷിച്ച് ഇത് വെറുതെ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപജീവനം കഴിച്ച പോലെയും ഈ ബാച്ച് ഇങ്ങനെ വെറുതെ കാടുകളിൽ ഇങ്ങനെ അലയാൻ തുടങ്ങി.
അവിടെ നിന്ന് അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഒന്ന് രണ്ട് ഈ ഇലകൾ കൊണ്ടുള്ള അത് അവിടുത്തെ കാട്ടിയാദിക്കാരെല്ലാം ഒന്ന് രണ്ട് ഇലകൾ കൊണ്ട് ഓരോ അസുഖങ്ങൾ മാറ്റുന്ന പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ 1930 മുതൽ 36 വരെയാണ് ഈ കാട്ടിൽ ഇങ്ങനെ ഇദ്ദേഹം അലഞ്ഞത്. ആ സമയത്താണ് അവർ ആദ്യം ഒരു 8ഓ 10ഓ മെഡിസിനെ അവർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3, 4 2 കൊല്ലം കൊണ്ട് പിന്നെ ഒരു 4 മെഡിസിൻ കൊണ്ട് ടോട്ടൽ 12 മെഡിസിനാണ് അന്ന് കണ്ടുപിടിച്ചത്. പിന്നെയാണ് ഈ 38 മെഡിസിൻ ഉണ്ട്. നമുക്ക് ഹോമിയോപ്പതിക്കും ഈ ബാച്ചിലർ എംഡിക്കുള്ള ഒരു സിമിലാരിറ്റി എന്താന്ന് വെച്ചാൽ ഹോമിയോപ്പതി പോലെ തന്നെ ബാച്ചും പറയുന്നു. ബാച്ചിലറിൽ ആ റെമഡിയുടെ ഡോക്ടർ ബാച്ച് പറയുന്നത്, അതായത് വി ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ്, വി ആർ ട്രീറ്റിംഗ് ദ ഡിസീസ്ഡ് പേഴ്സൺ. അതായത് ഒരു മനസ്സാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ഈ എന്താണ് ബാച്ചിന്റെ സിദ്ധാന്തം. അതായത് എന്താ പറയണേ, ഇപ്പൊ പെട്ടെന്ന് ഒരു പേടി വന്നാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ ഇതുകൊണ്ട് ഇമോഷൻസ് ആണ് അസുഖം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് ആണ് ഈ ബാച്ചിന്റെ ഒരു കണ്ടുപിടുത്തം. അങ്ങനെയാണ് ഈ ബാച്ച് മെന്റൽ സിംറ്റം മാത്രം നോക്കിക്കൊണ്ടാണ് എല്ലാ മെഡിസിനും കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഇതിലെ ബാച്ചിലർ റെമഡി നമുക്ക് ഹോമിയോപ്പതി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് അതില് 38 മരുന്നേ ഉള്ളൂ. നമ്മൾക്കൊക്കെ ആണെങ്കിൽ തൗസൻഡ്സ് ഓഫ് മെഡിസിൻസ് ആണ് നമ്മളുടേത്. അതേ സമയത്ത് പിന്നെ രണ്ടാമത് ഇനി ഒന്നാണെങ്കിൽ അത് പഠിക്കാൻ എളുപ്പമാണ്. അത് മെന്റൽ സിംറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ഒറ്റ പെട്ടൻസേ ഉള്ളൂ അതില്. പിന്നെ അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. പിന്നെ ഒരു 2 3 മെഡിസിൻ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എവറി 15 മിനിറ്റ്സ് വേണമെങ്കിലും നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ഈ ബാച്ചിലർ റെമഡിയുടെ ഒരു ഗുണം ഞാൻ കണ്ടത്. ഞാൻ ചില സമയത്തൊക്കെ എല്ലാം ഈ നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഈ മെഡിസിനും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതിന്റെ കൂട്ടത്തില് ഞാൻ ഹോമിയോപ്പതിയും നമ്മുടെ ഹോമിയോ മെഡിസിൻ കൊടുക്കും, ബാച്ചിലർ കൊടുക്കും, ടിഷ്യൂ റെമഡി കൊടുക്കും. എല്ലാം ഞാൻ ആ പേഷ്യന്റിന് സുഖപ്പെടുത്താൻ പറ്റുന്ന ഏതാന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കുന്ന ഒരിതാണ് ഞാനും ഡോക്ടർ ശാന്ത, ഡോക്ടർ ഭാഗ്യലക്ഷ്മി. ഞങ്ങളൊക്കെ ഇതുപോലെ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നവരാണ്. പിന്നെ ഹനുമാൻ തന്നെ പറയണ്ടേ, ഏത് റെമഡി ആണെങ്കിലും എത്ര നമ്മൾ ഈ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അതിന്റെ മെന്റൽ ഡിസ്പോസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ആ മെഡിസിൻ ആക്ട് ചെയ്യില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇതില് വളരെ ക്വയറ്റ് ആയിട്ട് കാമായിട്ടുള്ള ഒരാൾക്ക്, ഒരു ഡിസ്പോസിഷൻ ഉള്ള ഒരാൾക്ക് അക്കണൈറ്റ് ഉപയോഗപ്രദമാവില്ല അല്ലേ? അക്കണൈറ്റ് എപ്പോഴും റെസ്റ്റ്ലെസ്സും ഒരു ഭയങ്കര ഫിയർഫുള്ളും ആയിരിക്കും. അവരല്ലാതെ ക്വയറ്റ് ആയിരിക്കില്ല, കാമായിരിക്കില്ല. അതുപോലെ തന്നെ മൈൽഡ് ആൻഡ് ഫ്ലെഗ്മാറ്റിക് ആണെങ്കിൽ നക്സോമിക്ക ഇതില്ല, അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. പിന്നെ ഇംപേഷ്യൻ്റ് ആണെങ്കിൽ, അതായത് ഇമ്പറ്റബിൾ ആണെങ്കിൽ, അതായത് ഇതർ ക്യാൻ ബി ഫ്രൈറ്റൻഡ് ഓർ വെക്സഡ് എന്ന് പറയും. അതിന് ഇഗ്നേഷ്യ ഇത് ഒരിക്കലും ഇത് സ്യൂട്ടബിൾ ആവില്ല. അതുപോലെ തന്നെ ഹാപ്പിയാണ്, ഭയങ്കര ഇതാണ്, ഒബ്സ്റ്റിനേറ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പൾസാറ്റില സ്യൂട്ട് ആവില്ല. അവരെപ്പോഴും സാഡായിരിക്കും, അവർ വളരെ yielding ആയിരിക്കും, ഒരു ഒബ്സ്റ്റിനേസി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ നമ്മൾ വളരെയധികം മെന്റൽ സിംറ്റം നോക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിലർ റെമഡിയും നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഹനുമാൻ തന്നെ പറയുന്നത്, വി ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ്, വി ആർ ട്രീറ്റിംഗ് ദ ഡിസീസ്ഡ് പേഴ്സൺ. അത് തന്നെയാണ് ഈ ബാച്ചും പറയുന്നത്. അതുപോലെ തന്നെ മൈൽഡാണ് ഈ കോർപ്പോറിയൽ സിംറ്റം, അതായത് ഫിസിക്കൽ സിംറ്റം ഉണ്ടാവുന്നതിന് മുമ്പ് മൈൻഡാണ് ആദ്യം അഫക്റ്റഡ് ആവുന്നത്. ഈ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷനാണ് മൈൻഡ്.
അതുകൊണ്ടാണ് ആ മൈൻഡ് ആദ്യം ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് വരുമ്പോഴത്തേക്കും മൈൻഡ് അഫക്റ്റഡ് ആവും. അപ്പോൾ പിന്നെ ആണ് ഫിസിക്കൽ സിംറ്റം നമുക്ക് ഇത് വരുന്നത്. ഈ ബാച്ചിലർ റെമഡി നമുക്ക് തേക്കുന്നത് 38 മരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഈ അതിന്റെ കീ സിംറ്റം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി എല്ലാ മെഡിസിനും ഒന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിലെ 38 മരുന്നിലുള്ളതിൽ ഞാൻ ഓരോന്നിൻ്റെ ആയിട്ട് ഓരോ 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 കീ സിംറ്റം പറയാം. അങ്ങനെ അത് വച്ച് നോക്കി അതിനോട് കോറിലേറ്റ് ചെയ്ത് നമുക്ക് മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റും. അഗ്രിമണി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് മെൻ്റലി അവർ വറീഡ് ആയിരിക്കും. ഭയങ്കര ടോർച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര സന്തോഷവതിയായിട്ടും ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു ദുഃഖവും അവരറിയിക്കില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അവർ ഇത്രയും ദുഃഖമുള്ളവരാണെന്ന്. അത്രയ്ക്ക് അവർ ഹാപ്പി ആയിട്ടേ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറുള്ളൂ. അവർക്കത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ആസ്പെൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഞാൻ ആസ്പെനാ കൊടുത്തേ. ഇത് ആസ്പെൻ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് അൺനോൺ ഒറിജിൻ. അവർക്ക് അറിയില്ല എന്താണ് അതിന്റെ കാരണം എന്ന്. പിന്നെ ഈ ആസ്പെൻ പീപ്പിൾ വേറൊരു കാര്യമുണ്ട്, അവർ ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് ആയിരിക്കും. അവര് സർപ്പശാപം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഓരോ പിന്നെ ഈ എന്താ പറയണേ ഓരോ മന്ത്രവാദികളെ കൊണ്ട് ചരട് വെട്ടിക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ചില വിശ്വാസമൊക്കെ ഈ ആസ്പെൻകാർക്ക് ഉണ്ടാവും. ബീച്ച് എന്ന് പറഞ്ഞ മെഡിസിന് ഇൻടോളറൻസ് വാണ്ട്സ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എവ്രിവെയർ. നമ്മുടെ ആഴ്സാൽബ് കൊടുക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ബീച്ചും കൊടുക്കാറുണ്ട്. അവർക്ക് എല്ലാം ബുക്കൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ അങ്ങനെ അലങ്കോലപ്പെട്ട് ഇരുന്നാൽ അവർക്ക് ഭയങ്കര ദേഷ്യം. അവരത് അടുക്കി വെച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആഴ്സാൽബാണ് അവിടെ ഇൻഡിക്കേറ്റഡ് ആവുന്നത് എങ്കിൽ ഈ ബീച്ചും കൂടി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ സെഞ്ചോറി വീക്ക്നെസ് ഓഫ് വിൽ ടു ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. അവർക്ക് അവരുടെ മറ്റുള്ളവരെ ഈ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അതാണ് ഈ സെഞ്ചുറിയുടെ അവർക്ക് നോ പറയാൻ അറിയില്ല. അവരോട് എന്ത് ജോലി അവരെ ഏൽപ്പിച്ചോളും. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് ഈ കോളേജിലെ ലെക്ചറാണ്. അങ്ങേര് കോളേജ് ലെക്ചർ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഈ ഓഫീസ് വർക്ക് ചെയ്യണം. പിന്നെ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് അതിൻ്റെ സെക്രട്ടറിയാണ്. അതിൻ്റെ സകല ജോലിയും ചെയ്യണം. അങ്ങേർക്കാണെങ്കിൽ വേറെ അല്ലാതെ ഉള്ള കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങേർക്ക് ഈ ഇതാണ് കൊടുത്തത്, ഈ സെഞ്ചുറി കൊടുത്തു. പാസിഫ്ലോറിയം കൊടുത്തപ്പോഴാണ് അങ്ങേർക്ക് കുറച്ചൊരു ഇത് കിട്ടിയത്. പിന്നെ സെറാറ്റോ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നിലും ഒരു ഇത് വിശ്വാസമില്ല. അതിൽ ഞാൻ സെറാറ്റോയുടെ ഒരു കാര്യം പറയാം. ഈ സെറാറ്റയ്ക്ക് അവർക്ക് തനിയെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവരെല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കും. എത്ര ചോദിച്ചുകൊണ്ട് നടന്നാലും അവിടെയൊക്കെ ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾക്ക് ഒരു കാറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചോളൂ. അയാള് ഒരു കാറ് വാങ്ങിക്കണം എന്ന് വെച്ചാൽ കാർ ഓണറുടെ ഒക്കെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട്, എന്താണ് നല്ല കാർ ഏതാണെന്ന്, എനിക്കൊരു കാറ് വാങ്ങിക്കാനാ, ഏത് കാറ് വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബലവാനുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അയാൾ പറയാണ് ഡിസയർ നല്ല കാറാണ്, ഈ ഡിസയർ വാങ്ങിച്ചോളൂ, അതിൽ നല്ല കാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇയാൾ ആലോചിക്കും. ഇയാൾ ഡിസയർ നല്ലതാന്ന് പറയുന്നു, പക്ഷെ അയാൾ വാങ്ങിച്ചേക്കണ ബലേനോ, പിന്നെ എന്താ എന്നോട് ഡിസയർ വാങ്ങിക്കാൻ പറഞ്ഞ് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾക്ക് സംശയമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അയാൾ വേറൊരാളോട് ചോദിക്കും, ഡിസയറിൻ്റെ എങ്ങനെയുണ്ട്. ഇപ്പം അവർ പറയും ഡിക്കിയുടെ സ്പേസ് ഒക്കെ നല്ലതാണ്, അതുകൊണ്ട് ഡിസയർ വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങേര് പറയും, എന്താണ് ഡിക്കി സ്പേസ് ഉണ്ടെങ്കിലും അതിൻ്റെ മൈലേജ് കുറവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അവർക്ക് സംശയമാണ്. എന്നാൽ അവർ ഇങ്ങനെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും. അവരൊട്ടും നടത്തുകയുമില്ല. പിന്നെ
ഈ സ്ക്ലീറാൻസിസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഈ സ്ക്ലീറാൻസിസ് ആണെങ്കിൽ അവർക്ക് ഇപ്പം മറ്റേ ആൾക്ക് ഒരു കാറ് വാങ്ങിക്കണം എന്ന് തീരുമാനിച്ചു, അയാൾ കാറ് വാങ്ങിക്കും എന്തായാലും. അത് ഏതാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ സ്ക്ലീറാൻസിസ് അങ്ങനെയല്ല. ആ ആൾക്കൊരു കാറ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾ അത് പോസ്റ്റ്പോൺ ചെയ്യും. ഇല്ലെങ്കിൽ ഇന്ന് വേണ്ട, ഒരു കാര്യം എൻ്റെ മക്കളുടെ പഠിത്തമൊക്കെ കഴിയട്ടെ എന്നിട്ട് കാറ് വാങ്ങിക്കാന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിക്കും ഇല്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞോട്ടെ എന്നിട്ട് കാറ് വാങ്ങിക്കാന്ന് വിചാരിക്കും. ചുരുക്കം പറഞ്ഞാൽ അവര് കാറ് വാങ്ങിക്കില്ല. അവരിങ്ങനെ ഈ ഇത് ഈ വാങ്ങിക്കണം എന്നുള്ള ഒരു ഇത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. അത് മടി കൊണ്ടാണ്. അതായത് കാറ് വാങ്ങിച്ച് അതിന്റെ മെയിൻ്റനൻസും അതും ഇതും എല്ലാം നോക്കണമല്ലോ എന്നുള്ള മടി കൊണ്ടാണ് അവര് കഴിക്കുന്നത്. അതേ സമയത്ത് ഈ ഓഫ് എന്ന് പറഞ്ഞ ഒലിവ് മെഡിസിൻ ഉണ്ട്. അത് ഈ ഒരു ഇതുപോലെ തന്നെ ലേസിയാണ്. പക്ഷെ അയാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അയാൾ നമ്മുടെ ലൈക്കോപോഡിയം പോലെയാണ്. നല്ലോണം അത് വർക്ക് ചെയ്യും. അത് ഇത് ശരിക്കും അത് വർക്ക് മുഴുവനായിട്ട് ഇതായിട്ട് ചെയ്യും. അതാണ് ഈ എന്താ പറയണേ, ഒലിവ്. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു മെഡിസിനാണ് ഹോൺബീൻ. ഹോൺബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹോൺബീൻ പറയുന്നത് എന്നെ കൊണ്ട് വയ്യ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് അത് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അവര് ആ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്കത് ചെയ്യേണ്ടി വന്നാൽ അവര് നല്ല അസ്സലായിട്ട് അവർ ചെയ്യും. പക്ഷെ അവര് പിന്നെ അവർക്കൊരു ഇതെന്ന് വെച്ചാല് എനിക്ക് വയ്യ, ഒരു ഭയങ്കര മേലുവേദനയാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ വേണം, അല്ലെങ്കിൽ ഒരു ടോണിക് വേണം. നമ്മുടെ പൾസാറ്റില ചോദിക്കുന്ന പോലെ പൾസാറ്റിലയുടെ ടോണിക്കിനോടുള്ള ഒരു ഇതുപോലെ ഈ ഇത് ഹോൺബീനും ഉണ്ട്. എന്തെങ്കിലും ഒരു ടോണിക് എപ്പോഴും അവര് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണെങ്കിൽ പിന്നെ സെഞ്ചുറി ആണെങ്കിൽ അവനറിയാം അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എത്ര കഷ്ടപ്പെട്ടായാലും ആ പണി ചെയ്തു. അതേ സമയത്ത് അതുപോലെ തന്നെ ബീച്ച് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ആ ബീച്ച് നമ്മുടെ ബ്രയോണിയെ പോലെയാ, ബിസിനസ് ഓറിയന്റഡ് ആണ്. അവർക്ക് എല്ലാത്തിലും ഒരു ഓർഡറും ഒരു ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാവും. ഞാൻ സാധാരണ ബ്രയോണി ഇൻഡിക്കേറ്റർ ആവുന്നവർക്ക് ഈ ബീച്ചും കൂടി ഞാൻ കൊടുക്കാറുണ്ട്. വളരെ ഹൈലി ഡിസിപ്ലിൻഡ് ആണ് അവര്. പിന്നെ റോക്ക് അത് റോക്ക് വാട്ടർ. അതായത് ഈ 38 മെഡിസിനില് 37 മെഡിസിനും പ്ലാന്റ്സിൽ നിന്നാണ്. ഈ റോക്ക് വാട്ടർ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് ഫ്ലവർ അല്ലാത്തൊരു മെഡിസിൻ ഉള്ളത്. അത് പാറയുടെ ഇടയിലുള്ള ഒരു വെള്ളമാണ്. അത് ആ വെള്ളമാണ് ഒരു മെഡിസിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇതില് അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവരുടെ ജീവിത രീതികൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഒരു ഏതോ ഒരു സാഹചര്യത്തില് ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് പാലും തൈരും മാത്രമായിട്ട് മരണം വരെ പാലും തൈരുമാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ യൂറിൻ തെറാപ്പിയില് ആദ്യത്തെ ആ യൂറിൻ തെറാപ്പിയില് അംഗമായിരുന്ന ഒരാളാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി മൂത്രം കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും കളിയാക്കുകയും ഇതൊക്കെ ചെയ്തിട്ടും അങ്ങേര് മരണം വരെയും ആ യൂറിൻ തെറാപ്പി തുടങ്ങി ഇത് നിർത്തിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടേക്കണത്. പിന്നെ ഹോളി എന്നൊരു മരുന്നുണ്ട്. ആ ഹോളിക്ക് അത് ജലസിയാണ് അയാളുടെ മെയിൻ ഈ സിംറ്റം. പിന്നെ ഈ ഹോപ്പ്ലെസ്നെസ്, ഗോഴ്സ് എന്ന് പറയുന്ന മെഡിസിനാണ്. അതിന് ഹോപ്പ്ലെസ് ആണ്. അതുകൊണ്ട് അവര് ഇപ്പൊ ഇന്ന് ഒരു അലോപ്പതി ഡോക്ടറെ കാണും. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഇന്ന് ഒരു അലോപ്പതി ഡോക്ടറെ കാണും, നാളെ പോയി ഒരു ഹോമിയോ ഡോക്ടറെ കാണും, മറ്റന്നാൾ പോയിട്ട് ഒരു ആയുർവേദം കാണും, അതിന്റെ പിറ്റേ ദിവസം പോയി യുനാനി കാണും. അത് ആ ഹോപ്പ്ലെസ്നെസ് കൊണ്ടാണ്. അവർക്ക് ആ ഹോപ്പ്ലെസ്നെസ് കൊണ്ട് മാത്രം അവർക്ക് ഫെയ്ത്ത്ലെസ്നെസ് ഉണ്ട്. അവർക്ക് വിശ്വാസമില്ല ആൾക്കാരെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഡോക്ടർമാരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്
അവര് അതേപോലെ തന്നെ ഒരു മെഡിസിനാണ് ഓക്ക്. ഓക്ക് ഇവിടെ ഹോപ്പ്ലെസ്നെസ് ആണെങ്കിൽ മറ്റേത് ഓക്ക് ഹോപ്പ്ഫുൾനെസ് ആണ്. എന്നുവെച്ചാൽ ഓക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾക്ക് ക്യാൻസർ ആണെങ്കിൽ പോലും 4th സ്റ്റേജിലെ ക്യാൻസർ ആണെങ്കിൽ പോലും ഈ ഓക്ക് പേഷ്യൻസ് ഇതുപോലെ തന്നെ ഡോക്ടർമാരെ മാറി 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 നോക്കും. ഇപ്പൊ സിസ്റ്റം ആണെങ്കിലും ഇപ്പൊ ആയുർവേദം നോക്കും, അലോപ്പതി നോക്കും, അല്ലെങ്കിൽ ഹോമിയോപ്പതി നോക്കും, യുനാനി നോക്കും, സിദ്ധ നോക്കും, എല്ലാം നോക്കും. അത് ഇവിടെ നോക്കുന്നത് ഫെയ്ത്ത്ലെസ്നെസ് കൊണ്ടല്ല, ഹോപ്പ്ഫുൾനെസ് കൊണ്ടാ. എപ്പോഴായാലും എൻ്റെ അസുഖം മാറി കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ ഉം, എന്താ ഇവര് ഓക്ക് പേഷ്യൻസ് ഈ ഇങ്ങനെ ഇത് മാറുന്നത്. പിന്നെ പിന്നെ ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് പിന്നെ വാൾനട്ട് ഒരു മെഡിസിൻ, വാൾനട്ട് എന്നൊരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഫോൺ അഡിക്ഷന് അതൊരു ഹാബിറ്റാണ്. അവരിങ്ങനെ അഡിക്റ്റഡ് ആയിപ്പോയത്. അപ്പൊ ആ ഹാബിറ്റിന് വാൾനട്ട് വളരെ നല്ല മെഡിസിനാണ്. അതേ സമയത്ത് വാൾനട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കുട്ടികൾക്കും കൂടെ തോന്നണം അവർക്കത് മാറ്റണം, ഞാൻ ഫോണിന് അഡിക്റ്റഡ് ആയി എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് അവരത് നമ്മളോട് ഏറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൾനട്ട് കൊടുത്താൽ നമുക്കത് മാറ്റി കിട്ടും. പക്ഷേ ഈ വാൾനട്ട് കൊടുത്ത് അവർക്കത് മാറി എന്ന് വിചാരിച്ചോളൂ. ആ സമയത്ത് അത് അവന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ വേറൊരാളോ ഒരു ഫോൺ ഉപയോഗിച്ച് കളിക്കണതോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവൻ അത് പോയി പിന്നെയും എടുക്കും. പിന്നെയും പോയി എടുത്തിട്ട് അവനത് ഒരു ഹാബിറ്റാക്കി മാറ്റും. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് അവിടെ അവൻ ആ ടെംപ്റ്റേഷൻ മാറ്റാൻ പറ്റില്ല. അവനതൊരു ഇമ്പൾസ് മാത്രമാണ്. മറ്റേതൊരു ഹാബിറ്റാണ്. അതായത് അവൻ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഇതില് ഈ ചീട്ട് കളിക്കുക, ഇതില് കുതിരപ്പന്തയത്തില് ഇത് പോവുക, അതെല്ലാം അവരുടെ ഹാബിറ്റാണ്. ആ ഹോപ്പ്ഫുൾനെസ്സും കൊണ്ടുമാണ് അവരത് ചെയ്യുന്നത്. അതേ സമയത്ത് ഈ ചെറി പ്ലം എന്ന് വെച്ചാല് അവർക്ക് ആ ടെംപ്റ്റേഷൻ മാറ്റാൻ പറ്റില്ല. ആ ഇമ്പൾസ് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഒരു ഇതില് ഈ അഡിക്ഷൻ ആവുന്നത്. അതിന് നമുക്ക് ഈ വാൾനട്ടിനെക്കാട്ടിലും ഇത് വരുന്നത് ചെറി പ്ലം ആണ്. പിന്നെ ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് അവര് ഭയങ്കര സെൻസിറ്റീവ് ടു അബൌട്ട് ദെയർ അൺക്ലീൻലിനെസ്. ഫോർ എക്സാമ്പിൾ അവർക്ക് നമുക്കറിയാം സപ്രസ്ഡ് സ്കിൻ ഡിസീസ് ആസ്മ ഉണ്ടാക്കുന്ന അറിയാം. അപ്പൊ നമ്മൾ മെഡിസിൻ കൊടുക്കും. നമ്മളിപ്പോ സൾഫറോ അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് അവരുടെ ഈ ആസ്മ മാറി. അതേ സമയത്ത് അവർക്ക് സ്കിൻ ഡിസീസ് വന്നു എന്ന് വെച്ചോളൂ. അവര് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ എൻ്റെ ഈ തൊലിയുടെ പുറത്തുള്ള ഈ അസുഖം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് അതുകൊണ്ട് അത് മാറ്റിത്തരണം. എനിക്ക് ആസ്മ വന്നാലും സാരമില്ല, എനിക്ക് ഈ സ്കിൻ ഡിസീസ് മാറ്റിത്തരണം എന്ന് പറയും. അത് അതായത് അവർക്ക് ആ ഒരു എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് അവർക്ക് തോന്നുന്നത്. അവർക്ക് അതുള്ളത് കൊണ്ട് അവരെ കാണാൻ കൊള്ളില്ലെന്നോ, അവർ അൺക്ലീൻലിനെസ് ഉണ്ടെന്നോ ഒക്കെ തോന്നണോണ്ടാണ് ഈ ക്രാബ് ആപ്പിൾ അങ്ങനെ പറയുന്നത്. ഇവരെ തന്നെ ഈ ഇങ്ങനെ ക്രാബ് ആപ്പിൾ പീപ്പിളിന് ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഒരു ഓഫീസർ ആവാൻ പറ്റില്ല. ഓഫീസർ ആയി കഴിഞ്ഞാൽ അവിടുത്തെ സബോർഡിനേറ്റ്സ് അവരോട് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ ബോസ് എന്തെങ്കിലും ഇവരെ പറഞ്ഞാലോ അവർ ഇൻസൾട്ടഡ് ആവും. അതുകൊണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് ക്രാബ് ആപ്പിള്. അവർക്ക് അൺസർട്ടനിറ്റി ആണ് എല്ലാം ഒരു ഇതിൽ തോന്നുന്നത്. പിന്നെ സെറാറ്റോ പറഞ്ഞില്ലേ, സെൽഫ് ഡിസ്ട്രസ്റ്റ്, ഡൗട്ട്, ഫൂളിഷ്നെസ്. ഒന്നിലും ഒരു വിശ്വാസം ഉണ്ടാവില്ല. ചെറി പ്ലം, ഡെസ്പറേഷൻ, ഫിയർ ആൻഡ് ഡ്രെഡ് ഓഫ് ദ മൈൻഡ് ലൂസിങ് കൺട്രോൾ. അവർക്ക് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് അവർക്ക് തന്നെ ഉണ്ടോ നമ്മുടെ ഓർമ്മറ്റ് പോലെ ചില സമയത്ത് അവർ തന്നെ പറയും, ഡോക്ടറെ എനിക്ക് എൻ്റെ മനസ്സ് വിട്ടുപോണു, എനിക്ക് അങ്ങനെ കത്തി കാണുമ്പോൾ ഒന്ന് ഇതില് ഈ ഇത് ഇത് മുറിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ചെറി പ്ലം കൊടുക്കാം. പിന്നെ ചെസ്റ്റ്നട്ട് ബഡ്,
ലാക്ക് ഓഫ് ഒബ്സർവേഷൻ, ഹെൻസ് നീഡ് ഫോർ റിപ്പീറ്റഡ് എക്സ്പീരിയൻസ്. അവർ ഒന്നുകൊണ്ടൊന്നും അവർ പഠിക്കില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. അവർ എത്ര പഠിച്ചാലും അവർക്ക് എത്ര ഇതുണ്ടെങ്കിലും അവർ അതേ തെറ്റ് തന്നെ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ചെസ്റ്റ്നട്ട് ബഡ്. പിന്നെ തിക്കോരി, പൊസസീവ്നെസ്. അവർക്ക് ഭയങ്കരമായിട്ട് പൊസസീവ് ആയിരിക്കും. അവർ സെൽഫിഷ് ആയിരിക്കും. സെൽഫ് പിറ്റി. ഇതുപോലെയാണ്. ഇത് നമ്മുടെ പൾസാറ്റിലെ പോലെ അവർക്കൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ഇതായാലും നമ്മളോട് കാണിക്കും. അവർക്ക് അറ്റൻഡൻസും അവരെ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് കമ്പനിയും വേണം. അതേ സമയത്ത് ആരോടും ശരിക്കും സെക്യൂരി ഒട്ടും ട്രസ്റ്റ്ഫുൾ അല്ല. വെറുതെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവര് ഈ കമ്പനി കൂടുന്നേ ഉള്ളൂ. പിന്നെ ക്ലമാറ്റസ്, ഇൻഡിഫറൻസ്. ക്ലമാറ്റോസിന് ഇൻഡിഫറൻസ് ആണ്. അവരെപ്പോഴും ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും ചില കുട്ടികളെ ടീച്ചേഴ്സ് പറയും, അമ്മമാർ വന്ന് പറയുന്ന, ഡോക്ടറെ ഇവള് ചോക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ കുട്ടികളുടെ മേത്ത് അടിക്കും. നീ എവിടെയാണ്, നീ എന്താ ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞു. പക്ഷെ കുട്ടി ഉണർന്നിരിക്കുകയായിരിക്കും. പക്ഷെ ഈ കുട്ടി ഈ ലോകത്തൊന്നും അല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്ലമാറ്റിസ് കൊടുക്കാം. പിന്നെ ക്രാബ് ആപ്പിൾ പറഞ്ഞില്ലേ, അൺക്ലൈൻലിനെസ്, സെൽഫ് ഡിസ്ലൈക്ക്, ഡെസ്പോണ്ടൻസി ആൻഡ് ഡെസ്പെയർ. പിന്നെ ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി, ഡെസ്പോണ്ടൻസി ആൻഡ് എക്സോഷൻ. അവരിങ്ങനെ എമ്മിന് ഭയങ്കര എക്സോഷൻ ആയിരിക്കും. അതിന് നമുക്ക് ചൈന കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ജൻഷൻ, അവർക്ക് സാഡ്നെസ്, ഡിപ്രഷൻ, ഡിസ്കറേജ്മെന്റ്, അൺസർട്ടനിറ്റി. അവർക്ക് ഒന്നിലും ഒരു സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. അവർ ഈ ചില ഇതുണ്ട്, ആൾക്കാരുണ്ട്, ഒരു ജോലിയിൽ ചെന്നാലും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അവർ വേറൊരു ജോലിയിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ പോവില്ല. അങ്ങനെയൊക്കെയുള്ള ജൻഷൻ നല്ലതാണ്. അൺസർട്ടനിറ്റി. പിന്നെ ഗോൾസ് ഹോപ്പ്ലെസ്നെസ്. ഇതുപോലെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഓക്ക് പോലെ അവർക്ക് പോലെ അല്ലേ. ഗോൾസ് പോലെ ഹോപ്പ്ലെസ്നെസ് ആണ്. ഇതുപോലെ. പക്ഷെ ഓക്ക് പോലെ ഹോപ്പ്ഫുൾ അല്ല. ഹീതറിന് സെൽഫ് സെൻറ്റഡ് ആണ്. അവർ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആണ്. അവർക്ക് സെൽഫിഷ് ആയിരിക്കും, സെൽഫ് കൺസേൺ. അവർക്ക് വേറെ ആരെ പറ്റിയും ചിന്തയില്ല. പിന്നെ പോളി, അവർക്ക് ജലസി ആയിരിക്കും. അവർക്ക് ഭയങ്കര ഈ ഹേറ്റഡ്നെസ്, എൻവി, ഈ അസൂയ മൂത്തിട്ട് ഈ ചില കുട്ടികളുടെയൊക്കെ ബുക്കൊക്കെ കീറി വെക്കുന്നൊക്കെ പറയും. അതിന് ഞാൻ ഹോളി കൊടുക്കാറുണ്ട്. ചില നല്ലോണം പഠിക്കുന്ന കുട്ടികളുടെ ബുക്ക് എടുത്ത് മാറ്റും, അല്ലെങ്കിൽ ബുക്ക് കീറി വയ്ക്കും ചില കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഞാൻ ഈ ഹോളി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹണീസൊക്കെ, ഡെല്ലിങ് ടു മച്ച് ഓൺ മെമ്മറീസ്, പാസ്റ്റ്. അത് എസ്പെഷ്യലി ദ പാസ്റ്റ് സാഡ് മെമ്മറീസ്. നമ്മുടെ നാട്ടുമ്പൂറ് പോലെയാണ്. അവര് നല്ലതൊന്നും അവർക്ക് ഇതുണ്ടാവില്ല. പഴയ ചീത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ആലോചിച്ച് അവർ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഹോൺബീം, മെന്റൽ ആൻഡ് ഫിസിക്കൽ ടയർഡ്നെസ് ആൻഡ് വെയറിനെസ്. ഇംപേഷ്യൻസ്, ഇംപേഷ്യൻസ് മെഡിസിൻ ഇത് പറയുന്ന പോലെ തന്നെ അവർ ഇംപേഷ്യൻസ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, എക്സ്ട്രീം മെന്റൽ ടെൻഷൻ ഉണ്ടാവും അവർക്ക്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, എക്സ്പെക്ടേഷൻ ഓഫ് ഫെയിലിയർ ആൻഡ് റെസ്പോണ്ടൻസി. അവർക്ക് ലാർജിന് എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്ത കുട്ടിയായിരിക്കും. എന്നാലും ആ കുട്ടി പറയും, കരഞ്ഞുകൊണ്ടും ഒക്കെ ആയിരിക്കും സ്കൂളിലേക്ക് പോണത്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഇത് കിട്ടും. എന്നാൽ ആ കുട്ടിയുടെ ഇത് നോക്കുമ്പോൾ എല്ലാം നല്ല മാർക്ക് ഉണ്ടാവും. എന്നാലും ആ കുട്ടിക്ക് ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഞാൻ ജൽസീമിയം കൊടുക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഫിയർ ഓഫ് എക്സാമിനേഷൻ ഒക്കെ വരുമ്പോൾ ജൽസീമിയം കൊടുക്കും. ജൽസീമിയത്തിൻ്റെ ഒപ്പം ഞാൻ ലാർച്ച് കൊടുക്കാറുണ്ട്. പിന്നെ മിമുലസ്, പറഞ്ഞില്ലേ, മിമുലസിന് ഭയമാണ്.
ആസ്പനും ഭയമാണ്. അപ്പൊ ആസ്പന്റെ ഭയം എന്താന്നറിയില്ല. അല്ലെങ്കിൽ ആസ്പൻ ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് ആയിരിക്കും. മിമിലസ് പക്ഷെ സൂപ്പർസ്റ്റീഷ്യസ് ആയിരിക്കില്ല. പക്ഷെ മിമിലസിന് ഒരു നോൺ ഒറിജിൻ ആണ്. അതായത് പാമ്പിനെ പേടി, പട്ടിയെ പേടി, അല്ലെങ്കിൽ ഇരുട്ടിനെ പേടി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇരുട്ട് പേടിയാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രമോണിയം കൊടുക്കുന്നതും ഒപ്പം ഈ മിമിലസ് കൊടുക്കാറുണ്ട്. പിന്നെ മസ്റ്റാർഡ്, ഡിപ്രഷൻ ഓഫ് അൺനോൺ കോസ്. ഇതില് മസ്റ്റാർഡ് കടുകിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അവര് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല. ഈ മസ്റ്റാർഡ് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അത് ഇങ്ങനെ നമ്മള് ഇത് പറയില്ലേ, ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പോലെ മസ്റ്റാർഡിന് അങ്ങനെ ഒരു ഇതുണ്ട്. അൺനോൺ ബ്ലാക്ക് ഡിപ്രഷൻ ഓഫ് അൺനോൺ കോസ്. ഓക്ക് ഡെസ്പോണ്ടൻസി, ഡെസ്പെയർ, ബട്ട് നെവർ സീസ് ഇഫക്ട്സ്. ഓക്കുകാര് അവർക്ക് ഡെസ്പോണ്ടൻസി ഒക്കെ ഉണ്ടെങ്കിലും അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഒലിവ്, കംപ്ലീറ്റ് എക്സോഷൻ ആൻഡ് എക്സ്ട്രീം ടയർഡ്നെസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. ഒലിവ് ഞാൻ ചൈന കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആസിഡ് പിക്രിക്ക് കൊടുക്കുമ്പോൾ ഒക്കെ അവരുടെ കൂടുതൽ ഞാൻ ഒലിവ് കൊടുക്കാറുണ്ട്. പിന്നെ സെൽഫ് ബ്ലെയിം. അവരെപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓ അത് ഞാൻ കാരണമാണ് ഡോക്ടറെ, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് പറയും ഞാനാണ് അങ്ങനെ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇല്ല ഡോക്ടറെ, ഞാനൊരു അതിനുള്ള ഇട ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇത് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് ഫൈനും കൂടെ കൊടുക്കാറുണ്ട്. റെഡ് ചെസ്റ്റ്നട്ട്, ഫിയർ ആൻഡ് ആങ്സൈറ്റി ഫോർ അതേഴ്സ്, അതാണ് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞത്. പിന്നെ റോക്ക് റോസ്, ടെറർ, പാനിക്, എക്സ്ട്രീം ഫ്രൈറ്റ്. റോക്ക് വാട്ടർ, സെൽഫ് റിപ്രഷൻ, സ്പീഡ് സെൽഫ് കൂടുന്നു. ഡിനയൽ. ഓ സ്പീഡ് കൂടി. ആണോ? റോക്ക് റോസ്, ടെറർ, പാനിക്, എക്സ്ട്രീം ഫ്രൈറ്റ്. റോക്ക് വാട്ടർ ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് റിപ്രഷൻ, സെൽഫ് ഡിനയൽ. സ്ക്ലീറാന്തസ്, അൺസർട്ടനിറ്റി. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവരും ഇതുപോലെ തന്നെ എന്താ വേണ്ടത്, ഒരു 100 അഭിപ്രായം എല്ലാവരോടും ചോദിക്കും. നമ്മുടെ അടുത്തും വന്ന് ചോദിക്കും, വേറൊരാളടുത്തും ചോദിക്കും. എന്നിട്ട് ഒന്നും നടപ്പാക്കുകയുമില്ല ഈ സ്ക്ലീറാന്തസുകാര്. സ്റ്റാർ ഓഫ് ബെത്ലഹേം, അവർക്ക് ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ഷോക്ക്. പിന്നെ മെന്റൽ ഓർ ഫിസിക്കൽ, അത് നമുക്ക് മെന്റലി ആയാലും ഫിസിക്കൽ ആയാലും ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാർ ഓഫ് ബെത്ലഹേം കൊടുത്ത എൻ്റെ ഒരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് കണ്ടു. ആ കുട്ടി അത് എഞ്ചിനീയറാണ്. ആ കുട്ടി അതിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നാഷണൽ ഹൈവേയുടെ വീടിൻ്റെ സൈഡിൽ, അവിടെ സൈഡിലാണ് ആ കുട്ടിയുടെ വീട്. അവിടെ മുകളിൽ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ കെട്ട് ഇവർ നോക്കുമ്പോൾ ഒരു സ്കൂട്ടർ ഒരു ലോറിയുടെ പുറകിൽ ഇടിച്ച് സ്കൂട്ടറുകാരൻ മരിച്ചുപോയി. അത് ഈ കുട്ടി കണ്ടു. അതിന് ശേഷം ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെയെങ്കിലും ഇപ്പൊ ഹൈദരാബാദിൽ ആ കുട്ടിക്ക് ജോലി കിട്ടിയിട്ട് ആ കുട്ടിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ വേറെ എവിടെ കണ്ട കുട്ടി, അവിടെയും പോകാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഞാൻ ആദ്യം ഓപ്പിയാണ് കൊടുത്തത്, സീറോഫൈഡിന്. പക്ഷെ പിന്നെയാണ് ഞാൻ അക്കണൈറ്റ് അപ്പ കൊടുത്താലേ പറ്റുള്ളൂ. അതിന്റെ ബാഡ് ഇഫക്റ്റിന് എങ്ങനെ ഉണ്ടെന്ന്, അക്കണൈറ്റ് ഉണ്ടെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബാച്ച് ഫ്ലവർ റെമഡി നമ്മളെ പഠിപ്പിക്കാറുള്ള ഒരു സുഗതൻ ഡോക്ടറാണ് പറഞ്ഞത്, ഈ അങ്ങനത്തെ അപ്പൊ ഹോമിയോ മരുന്നും അറിയാം കേട്ടോ. അദ്ദേഹമാണ് പറഞ്ഞത് അക്കണൈറ്റ് കൊടുക്കൂ ഡോക്ടറെ, മാറുന്നു. അപ്പൊ അക്കണൈറ്റ് 10 കൊടുത്തു. ഈ സ്റ്റാർ ഓഫ് ബെത്ലഹേം ഒന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മെടുക്കത്തിയായി. ഇപ്പോൾ ഹൈദരാബാദിൽ തിരിച്ചും ആ കുട്ടിക്ക് ജോലി കിട്ടി. മാരീജും കഴിഞ്ഞു. പിന്നെ സ്വീറ്റ് ചെസ്റ്റ്നട്ട്, എക്സ്ട്രീം മെന്റൽ ആംഗിഷ്, ഹോപ്പ്ലെസ്നെസ്, ഡെസ്പെയർ. വെർബിയൻ, സ്ട്രെയിൻ, ടെൻഷൻ, ഓവർ എൻത്യൂസിയാസം. പോരാ, മതിയാ, ഇത്രയും സ്പീഡ് മതിയാ. വൈൻ, ഡോമിനേഷൻ, അംബീഷ്യസ്. അവര് ഭയങ്കര അംബീഷ്യസ് ആയിരിക്കും വൈൻകാര്.
വാൽനട്ട്, ലിങ്ക് ബ്രേക്ക്, ഫ്രസ്ട്രേഷൻ. ഈ വാൽനട്ട് നമുക്ക് വേറെ ഇതിൽ കൊടുക്കാം. ഈ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, പെൺകുട്ടികള്, അവര് ചിലപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ രണ്ട് കുട്ടി, ഒറ്റ മോളൊക്കെ ആണെങ്കിൽ ഒരു ജോയിന്റ് ഫാമിലിയിൽ അവരെ കുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ആ ഒരു ഇത് ഈ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് നമ്മൾ വാൽനട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് മാറും. അതുപോലെ തന്നെ ഒരു സാധാരണ ഓഫീസിൽ ഇതിൽ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. അവർക്ക് ആ ലിങ്ക് ഇതാണ് നമ്മൾ ഈ വാൽനട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇത് ചെയ്യും. പിന്നെ വാട്ടർ വയലറ്റ്, പ്രൈഡ് ആൻഡ് അലോഫ്നെസ്. ഒരു വാട്ടർ വയലറ്റുകാർ ഭയങ്കര പ്രൈഡായിരിക്കും, നമ്മുടെ പ്ലാറ്റിനെയൊക്കെ പോലെ. വൈറ്റ് ചെസ്റ്റ്നട്ട്, അൺവാണ്ടഡ് പെർസിസ്റ്റന്റ് തോട്ട്സ്, മെന്റൽ ആർഗ്യുമെന്റ് ആൻഡ് കോൺവെർസേഷൻ. അവര് പണ്ടത്തെ കാര്യങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരിക്കും. അവര് എപ്പോഴും തർക്കത്തിന് വരും നമ്മുടെ അടുത്ത്. വൈൽഡ് ഔട്ട്, അൺസർട്ടനിറ്റി, ഡെസ്പോണ്ടൻസി, ഡിസ്സാറ്റിസ്ഫാക്ഷൻ. എന്ത് ചെയ്താലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. വൈൽഡ് റോസ്, റെസിഗ്നേഷൻ, അപ്പാതി. വില്ലോ, റീസെന്റിമെന്റ്. അവർക്ക് ഭയങ്കര എപ്പോ നോക്കിയാലും ഒരു നീരസം, എന്ത് കണ്ടാലും അവർക്ക് അവരുടെ മുഖം എപ്പോഴും ഇങ്ങനെ കയറ്റി പിടിച്ച പോലെ ഇരിക്കും. അവർക്ക് ഞാൻ ഇതുകൊണ്ട് വില്ലോ കൊടുക്കാറുണ്ട്. 38ാമത്തെ മെഡിസിനാണിത്. പിന്നെ ഈ ലിങ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ബാംഗ്ലൂര് ഒരു ആളുണ്ടായിരുന്നു. അയാൾ കുതിരപ്പന്തയത്തിൽ കുറേ അധികം പൈസ ചെലവാക്കിയിട്ട് അയാൾ എന്നിട്ടും അയാൾ പഠിച്ചില്ല. അയാൾ പോസ്റ്റ്മാൻ ആയിരുന്നു ഇതില്. എന്നിട്ട് അയാൾക്ക് ഈ ലിങ്ക് ബ്രേക്ക് പോലെ ഈ വാൽനട്ടാണ് ഞാൻ കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ അയാൾക്ക് അത് മാറി, ആ ഒരു ടെൻഡൻസി മാറി. പിന്നെ ഈ വാൽനട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്കും ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ളവർക്കും ഒക്കെ ആ ഒരു ഇത് മാറി. അതുപോലെ തന്നെ ഈ എന്താണ് ഫോൺ അഡിക്ഷനുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് വാൾനട്ട് കൊടുക്കാം. പക്ഷെ വാൾനട്ട് കൊടുത്തിട്ട് പിന്നെയും അത് കുറെ നാൾ അവനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് ടെംപ്റ്റ് ചെയ്താല് അവൻ പിന്നെയും അതിലേക്ക് അഡിക്റ്റഡ് ആവുകയാണെങ്കിൽ വാൽനട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ഈ ചെറി പ്ലം കൊടുക്കണം. ചെറി പ്ലം കൊടുക്കുന്നതെന്ന് വെച്ചാല് അവർക്ക് ആ ടെംപ്റ്റേഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചെറി പ്ലം കൊടുക്കാൻ പറയുന്നത്. ശാന്തയും ഭാഗ്യമൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ്. അവരുടെ ഇതും കൂടി പറയാമെങ്കിൽ നല്ലതായിരുന്നു. 15. ഭാഗ്യലക്ഷ്മി മാഡം ഉണ്ടോന്ന് അറിയത്തില്ല. ശാന്താചന്ദ്രൻ മാഡം ഉണ്ട്. മാഡം എന്തെങ്കിലും ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ശാന്താചന്ദ്രൻ മാഡത്തിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പതിനഞ്ചായി, 15 മിനിറ്റ് കൂടെ ഉണ്ട്. ശാന്താചന്ദ്രൻ മാഡം ഉണ്ടോ? ഇനി അതുപോലെ ഡാഷ് ഫ്ലവർ റെമഡി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ഹരികുമാർ, ഹരിക്കുട്ടൻ ഉപയോഗിക്കാറുണ്ടോ? ഹരിക്കുട്ടാ, ഡാഷ് ഫ്ലവർ റെമഡി ഉപയോഗിക്കാറുണ്ടോ? ഹരികുമാർജി. ആയുർവേദ, ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദ ഇതെല്ലാം കഴിഞ്ഞിട്ട് വക്കീലായിട്ട് സന്നദ്ധെടുത്തു. വക്കീലാണ് ഇപ്പൊ, അഡ്വക്കേറ്റ് അതും കൂടി എടുത്തു, LLB എടുത്തു ഹരി. എന്റെ ചേട്ടന്റെ വലിയ ഒരു പെറ്റ. ഹലോ ശാന്തേ, ആണോ?
ശൈല, ശാന്തയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ മാഡത്തിന് കോഹോസ്റ്റ് കോഹോസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ആണ് ശാന്ത. ആ, കോഹോസ്റ്റ് ആണ് മാഡം. നല്ല പ്രസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ശാന്തസുന്ദരം മാഡം കോഹോസ്റ്റ് ആണ്. അൺമ്യൂട്ട് ചെയ്താൽ മതി മാഡം. ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ ഒന്നുകൂടെ. ഇനി റേഞ്ച് പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഭദ്രൻ ഡോക്ടർ ഉണ്ട്. ജയചന്ദ്രനുണ്ട്. ജയചന്ദ്രൻ ഡോക്ടർ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ജയചന്ദ്രൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ. ഭദ്രൻ ഡോക്ടർ ഉപയോഗിക്കാറുണ്ടോ ബാഷ് ഫ്ലവർ റെമഡി? അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഞാൻ ബാച്ചുലർ റെമഡീസ് വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടേഴ്സിന്റെ മെഡിസിനാണ് ക്രാമ്പ് ആപ്പിൾ. ഒരു സോറിയാസിന് കൊടുത്ത് നല്ല ഏകദേശം അത് ഒരു 80% വരെ മാറി. അതായത് മൊത്തത്തില് ഒരു പെൻസിൽ പോലും ടച്ച് ചെയ്യാനുള്ള സ്ഥലം ഇല്ലായിരുന്നു. അത്രയും മുഴുവൻ സോറിയാസിന്റെ പാച്ചസ് ഉണ്ടായിരുന്നു. അത് ക്രാമ്പ് ആപ്പിളും റെസ്റ്റോക്സും കൂടെ മാറി മാറി കൊടുത്ത് അതങ്ങ് ഏകദേശം മാറിയ പേഷനാണ്. കംപ്ലീറ്റ് ആയില്ല, എന്നാലും അത് സുഖമാകുമെന്ന് ആരും വിചാരിക്കാതിരുന്നത് നല്ലോണം കുറഞ്ഞു നല്ലതുപോലെ. അപ്പൊ ഞാൻ ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് മെഡിസിൻസ് കുറച്ചൊക്കെ എൻ്റെ ഉണ്ട്, കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ടൊന്നും പറയില്ല. നല്ല ഓരോന്നായിട്ട് വായിക്കരുത്. അല്ല ഭദ്ര, ഈ അഗ്രിമണിയൊക്കെ ഇല്ലേ, ചില പേഷ്യൻസ് ഉണ്ട്, അവരൊക്കെ നമുക്കറിയാം അവർക്ക് ഭയങ്കര ദുഃഖമുണ്ടെന്ന്, പക്ഷെ അവരൊന്നും നമ്മളോട് കാണിക്കില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അഗ്രിമണി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിറ്റിംഗ് വരുമ്പോൾ അവര് നമ്മുടെ മുമ്പിൽ ഇരുന്ന് സെപ്പിയ കരയണ പോലെ കരയും, ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അഗ്രിമണി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യത്തെ വരുന്ന അഗ്രിമണിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ അങ്ങനെ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നവരായിരിക്കും. സെപ്പിയൊക്കെ നമ്മളോട്, സെപ്പിയ കരയുമല്ലോ, പക്ഷെ ചിലരൊക്കെ അങ്ങനെ ചാറ്റമ്പൂറൊന്നും അങ്ങനെ കാണിക്കില്ലല്ലോ നമ്മുടെ മുമ്പില്. അവർക്ക് അഗ്രിമണി ഒന്ന് കൊടുത്തു നോക്ക്. നല്ല അസലായിട്ട് മണി പോലെ അവർ പറയുകയും ചെയ്യും. സെപ്പിയ കരയണ പോലെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയും അവര്. ഞാൻ കൊടുത്തിട്ട് അങ്ങനെ ഓരോന്ന് അഗ്രിമണി മുതൽ തുടങ്ങി. ഭദ്ര നോക്കാം, ട്രൈ നോക്കാം. ഓക്കെ ഭദ്രൻ ഡോക്ടറെ. ഇനി ജയചന്ദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ ഹോൺബീൻ പോലെ ലൈക്കോപോഡിയം കൊടുക്കുന്നവർക്ക് ഞാൻ ഹോൺബീൻ കൊടുക്കാറുണ്ട്. ഹരിഹരൻ സാറുണ്ട്, ഹരിഹരൻ സാറിന് പറയാം. ഹരി ഉപയോഗിക്കുമല്ലോ ഇത്, ബാച്ച് ഫ്ലവർ ഉപയോഗിക്കുന്നതാണല്ലോ. ഹരി പറ. ഹരിഹരാ. ഹലോ. ജയചന്ദ്ര ഡോക്ടർ പറയുന്നു. പറഞ്ഞോളൂ ജയചന്ദ്ര ഡോക്ടറെ. ഹലോ. കേക്കാം ഡോക്ടറെ. രമ ഡോക്ടറെ കാണാനില്ലല്ലോ ഇപ്പൊ? കാണാലോ. ഇപ്പൊ കാണാം. രമ ഡോക്ടറെ ക്ലാസ് ഇപ്പോഴത്തെ ഈ സ്പീച്ചൊക്കെ കേട്ടപ്പോ ബാക്ക്ഗ്രൗണ്ട് റെമഡീസ് ഒക്കെ എല്ലാം കളക്ട് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനങ്ങനെ അത് കൊടുക്കാറില്ലായിരുന്നു. ഇനി ഞാൻ അതിന്റെ ബുക്ക് മാറ്റി പഠിച്ച്, അതിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരണം. അത് പഠിച്ചത് ഇനി അത് പ്രാക്ടീസ് തുടങ്ങാം. പിന്നെ ഡോക്ടർ ഇടയ്ക്ക് ഒരു പേഷ്യന്റ് കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാ ഡോക്ടർമാരെയും കണ്ടിട്ട് അവസാനം വരുമ്പോ ഇങ്ങനെ പറയുന്നത്. എനിക്കങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഒരു 10-35 വയസ്സുള്ള ഒരു പയ്യൻ. അവന് ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ടായിരുന്നു. അവൻ എല്ലാ ഡോക്ടർമാരെയും പോയി കണ്ടിട്ട് അവസാനം എൻ്റെ അടുത്ത് വരും. കാരണം പുള്ളിയുടെ വൈഫ് പറഞ്ഞിട്ടാണ് വരണത്, നിങ്ങളുടെ ഡോക്ടറെ പോയി കാണാൻ, അടുത്തൊരു ഡോക്ടർ ഉണ്ടല്ലോ, പോയി കാണാമെന്ന് പറയും. ഇവൻ എൻ്റെ അടുത്ത് വരുമ്പോ ഇവൻ പറയുന്ന കഥകൾ എത്രയും പറയുന്നത് ഇരിടേ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് അവനെ ഇരുത്തി അവൻ പറയുന്ന കഥ എത്രയും നല്ലപോലെ കേട്ടിട്ട്
നീ സമാധാനപ്പെട, ഇതിപ്പോ ഞമ്മക്ക് നുള്ളിയെടുത്ത് കളയാമല്ലേ, ഇതൊരു രോഗമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവന് കഥ എത്രയും കേട്ടിട്ട് അവന് കുറച്ച് സമാധാനം കൊടുത്ത് ഈ അസുഖം എങ്ങനെയാണ് വന്നത്, എന്താണ് എന്നൊക്കെ ഒരു ക്ലാസ് കൊടുത്ത് അവനെ സമാധാനപ്പെടുത്തിയതിന് ശേഷം ഞാൻ ശരി നീ കുറച്ച് ബ്ലാങ്ക് ടാബ്ലറ്റ് വീറ്റി കളർ ടാബ്ലറ്റ് 2 കൊടുത്തിട്ട് ആഹാരത്തിന് മുമ്പേ, ആഹാരത്തിന് അരമണിക്കൂർ ശേഷം കാപ്പി കുടിക്കരുത്, നാരങ്ങ വെള്ളം കൂടുതൽ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അസുഖത്രയും മാറും. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവന് പറയാനുള്ളതൊന്നും ഈ പോണ ഡോക്ടർമാരും അവൻ പറയണ കേൾക്കില്ല. അവൻ എന്തെങ്കിലും പറയുമ്പോൾ ഉടൻ തന്നെ മരുന്ന് എഴുതി അങ്ങ് കൊടുക്കും. ഞാനതെല്ലാം എല്ലാ കഥയും കേട്ടതിന് ശേഷം അവനെ കുറച്ച് സമാധാനപ്പെടുത്തി ബ്ലാങ്ക് ടാബ്ലറ്റ് കൊടുത്ത് അവന്റെ അസുഖം 3 കുറഞ്ഞെന്നും പറഞ്ഞ് ഓടി വരും. അപ്പൊ ഇപ്പൊ രമ ഡോക്ടർ ആ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവനെ ഓർത്തത്. ചിലര് പോകുന്നത് ജയചന്ദ്ര, ഈ ഡോക്ടർമാരെ ഇങ്ങനെ മാറി 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 നോക്കുന്നത് ഹോപ്പ്ലെസ്നെസ് കൊണ്ടാണ്. ചിലര് ഇപ്പൊ ഗോൾസ് നമ്മൾ അവർക്ക് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ അവർക്ക് ഭയങ്കര നിരാശയാണ്, അവർക്ക് ശരിയാവില്ല എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് അവരിങ്ങനെ പോണത്. അതേസമയത്ത് അതെ. ഹോപ്പ് പീപ്പിൾ ആണെങ്കിൽ അവർക്ക് ഹോപ്പ്ഫുൾനെസ് ഉണ്ട്. അവർക്ക് എത്ര സീരിയസ് ആയിട്ടുള്ള അസുഖമാണെങ്കിലും അവര് നമ്മുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും നമുക്ക് പറ്റിയില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ വേറെ നോക്കാമെന്ന് പറഞ്ഞ് വേറെ പോകാൻ അവർക്ക് ഒരു ഇതില്ല. അവർക്ക് അത്ര ഹോപ്പ്ഫുള്ളാ. അവർക്കറിയാം അവരുടെ അസുഖം മാറില്ല എന്ന്. എന്നാലും അവരിങ്ങനെ ഡോക്ടർമാരെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കും. മറ്റവര് ഹോപ്പ്ലെസ്നെസ് കൊണ്ടാണ് ഒരാളുടെ അടുത്ത് വന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വേറെ ആളെ അടുത്ത് പോകും. അത് രണ്ടും തമ്മിൽ വ്യത്യാസം അതാണ്. അതിന് ഏത് ഡ്രഗാണ് ഡോക്ടർ പറഞ്ഞത് നേരത്തെ? അതിന് ഈ ഗോൾസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, GORSC. അത് അവർക്ക് നിരാശയാണ്. അവർക്ക് അത് മാറില്ല എന്നുള്ള വിചാരം കൊണ്ടാണ് അവർ ഇങ്ങനെ ഇത് തന്നെ. നേരെ മറിച്ച് ഓക്ക് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്, OAK. അതിന് അത് അവര് ഹോപ്പ്ഫുള്ളാ. അവർക്ക് അസുഖം എത്ര സീരിയസ് ആണെങ്കിലും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറൊരു ഡോക്ടർക്ക് പോകും. അത് കഴിഞ്ഞ് വേറെ സിസ്റ്റം പോകും, അല്ലെങ്കിൽ അലോപ്പതി പോകും, ആയുർവേദം പോകും. അത് അവരുടെ ആഗ്രഹം കൊണ്ടാ പോകുന്നത്. അവർക്ക് മാറും എന്നുള്ള വിചാരമുണ്ട്. എന്നാൽ അതേസമയത്ത് അവർക്ക് അറിയാം, ഇപ്പൊ ക്യാൻസർ ഒക്കെ 4th സ്റ്റേജിലുള്ള ക്യാൻസറുള്ള പേഷ്യന്റ് ഒക്കെ അവർക്കറിയാം അവരുടെ ഒരു ഇതായിട്ടുള്ള കാണാം. എന്നാൽ തന്നെ അവരിങ്ങനെ ഡോക്ടർമാരെ മാറി മാറി നോക്കിക്കൊണ്ട് അവര് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇനി അത് ട്രൈ ചെയ്യാം. പിന്നെ എന്റെ മോള് ഇതിലുണ്ടല്ലോ, ഒന്ന് പറയുമ്പോ മോളെ എന്തെങ്കിലും ബാച്ച് ഫ്ലവറിനെ പറ്റി. എന്റെ മോളെ പറയൂ. അവളും ബാച്ച് ഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. മോൾ അനങ്ങുന്നില്ലല്ലോ. നേരത്തെ കണ്ടായിരുന്നു. ഡോക്ടർ ആഷ ബി വർഗീസ് ഉണ്ടല്ലോ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. മമ്മിയുടെ ക്ലാസ് എന്താ പറയാ, ആസ് യൂഷ്വൽ വണ്ടർഫുൾ മാ. പിന്നെ ഞാൻ നൈറ്റിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഓൺ ചെയ്യാത്ത വീഡിയോ ഓൺ ചെയ്യാത്ത. പിന്നെ മമ്മി ലാസ്റ്റ് മിനിറ്റിലാണ് മമ്മിക്ക് ഓർമ്മ വന്നത് ഇന്നലെ. മമ്മി തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി പിന്നെ മമ്മിയുടെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടായതുകൊണ്ട് തുടക്കം മുതൽ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ ഒറ്റ ഓട്ടം അല്ലായിരുന്നു. 10-15 നിർത്താൻ, അതുവരെ ഒറ്റ പോക്കായിരുന്നു കേട്ടാ. നോക്കിയില്ലെങ്കിലും ഇതെല്ലാം ഞാൻ ഹലോ. പിന്നെ രമ ഡോക്ടർ നേരത്തെ നമ്മുടെ ഡോക്ടർ ഹരിമാന്റെ കാര്യം പറഞ്ഞല്ലോ. പുള്ളി ഹോമിയോ മെഡിസിൻ തന്നെ കൊടുക്കുന്നതിന്റെ ഒരു രഹസ്യം പുള്ളി പറഞ്ഞായിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് അതിന് പല ഡിഫോമിറ്റീസും ഉണ്ടായിരുന്നു. അപ്പൊ SATയിലെ സകല ഡോക്ടർമാരും കൈവിട്ട് ഇനി രക്ഷയില്ല, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ ഒരു മരുന്ന് കൊടുത്തോട്ടെന്ന് ചോദിച്ചു. എന്തായാലും പോകാൻ പോണ കുട്ടിയല്ലേ, കൊടുത്തോന്ന് പറഞ്ഞു. പുള്ളി SATയിൽ ആ കുട്ടിയെ കിടത്തിക്കൊണ്ട് അവിടെ വെച്ച് തന്നെ ഹോമിയോ മരുന്ന് ഡ്രോപ്പായിട്ട് കൊടുത്തു. കുട്ടി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടി മാറി, കുട്ടി കണ്ണു തുറന്നു, കുട്ടി കരയാൻ തുടങ്ങി, കുട്ടി പാല് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി വളർന്നിപ്പോ MBBS കഴിഞ്ഞ 6 മാസം മുമ്പ് കല്യാണം കഴിഞ്ഞു. ആ കഥ പുള്ളി ആ അനുഭവത്തിലാണ് പുള്ളി ഹോമിയോ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതെ.
പറയും, ആ. ഹരി പറയും. എന്റെ എൻ- ചേട്ടന്റെ വലിയ ഫാനാ, നല്ല വലിയ അതെ അതെ ഇതാണ്, അതെ പെറ്റാ ഹരി. ഈ പഠിത്തത്തിന്റെ ഒന്നും ജാടയില്ലാത്ത നല്ലൊരു ഡോക്ടറാണ്. അനിൽകുമാർ ഡോക്ടർ തീർച്ചയായിട്ടും എന്തോ തീർച്ചയായിട്ടും. പറയുന്നുണ്ടല്ലോ. ഡോക്ടർ എന്താ പറയുന്നു? നമസ്കാരം. ആ അല്ല, നമസ്കാരം. നമ്മുടെ രമ ചേച്ചിയും ശാന്ത ചേച്ചിയും എല്ലാം കൂടെ ഒരു ദിവസം വീട്ടിൽ വന്നു. ഉം, വന്നപ്പോ നമ്മുടെ ശാലിനി ആ ഡോക്ടർ കൂടെ വന്നു. ഉം, ചേച്ചി ശാലിനി, എന്നൊരു ആ കാര്യം പറയും. ഉം. ആ നമ്മുടെ അന്ന് വന്ന് ആ ബോധമില്ലാതെ പറയാം. പോയി. അതെ, ഞങ്ങള് ചേച്ചി പറഞ്ഞു. ശാലിനിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചേ. എന്നിട്ട് ശാലിനി, ഞാനും ശാന്ത എല്ലാം കൂടി ഇവിടെ അനിലിന്റെ വീട്ടിൽ പോയി. അനിലിന്റെ വീട്ടിൽ ചന്ദ്രനും നിന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ ഉം. കാറിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ശാലിനി അങ്ങോട്ട് അങ്ങനെ വിളറി വെളുത്ത് ഇങ്ങനെ വിയർത്തിരിക്കുന്നു. അങ്ങനെ അപ്പൊ ഉം. ഞങ്ങള് പിടിച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് അവിടെ പോയി ഇരുന്നപ്പോഴത്തേക്കും ശാലിനി ആ ഇതിലേക്ക് അവിടെ പോയിട്ട് അങ്ങനെ നമ്മുടെ സ്നാനം പറ്റി ഇരിക്കണ പോലെ ആ ചെറ്റിയിലേക്ക് അങ്ങോട്ട് വീഴുമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഉം. ഇരുന്നപ്പോഴത്തേക്കും അനി വന്നു. അനില് വേഗം വന്നിട്ട് റെസ്ക്യൂ റെമഡി കൊടുത്തു. റെസ്ക്യൂ റെമഡി ഒരു 3-4 പ്രാവശ്യം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ട് കൊടുത്തു അല്ലേ അതെ അനിലെ? അതെ 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 10 മിനിറ്റ് കൊടുത്തിട്ട് ഒരു കൊടുത്തപ്പോഴും ടമാന്ന് അരമണിക്കൂറിനുള്ളിൽ ആക്റ്റീവായി. ആ അത് തന്നെ. ഒരു 2-3ാമത്തെ ഡോസിൽ തന്നെ ആള് ആക്റ്റീവായി. പിന്നെ ഞങ്ങളുടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഞങ്ങൾ തന്നെ വിഷമിച്ചേ. അത്രയ്ക്കും പ്രൊഫ്യൂസ് പെർസ്പിറേഷനും കയ്യും കാലും ഒക്കെ അങ്ങനെ തണുത്ത് എന്തെല്ലാം വിറങ്ങലിച്ചിരിക്കുന്നു. അത്രയ്ക്കും ഇതായിരുന്നു. റെസ്ക്യൂ റെമഡിയാ കൊടുത്തത് അന്ന്. അതെ അതെ. അത് ഇപ്പൊ ഈ രമ ബാച്ച് ഡോക്ടർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. നമ്മുടെ AD എന്ന സംഭവമാണ്. നമ്മുടെ ADയും ഉം, ഉം. ഉം, ഉം. അതാണ് വലിയ സംഭവം. ഓക്കെ. അപ്പോ എന്തായാലും 28ആയി. നമ്മളെ ഇന്നത്തെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരു വെടിക്കെട്ട് ക്ലാസ് തന്നെ ആയിരുന്നു അമ്പാടിയമ്മ നമുക്കിന്ന് കാഴ്ചവെച്ചത്. നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇനി പുറകെ അത് തീർച്ചയായിട്ടും ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കാൻ അടുത്ത ഒരു ക്ലാസ് നമുക്ക് വെക്കാം. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ചേച്ചി എടുത്ത പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. ഇന്ന് ഓക്കെ. പറ്റിയ അവർക്ക് പറ്റില്ല. ഓ ഉടനെ അപ്പോഴേ വരണം, നമുക്ക് ഉടനെ വരണം. നമ്മൾ ഈ സംശയങ്ങളൊക്കെ ചോദിച്ചോളാം. അപ്പൊ ഇന്ന് വളരെ നല്ല ക്ലാസ് എടുത്ത അമ്പാടിയമ്മയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ജയചന്ദ്രൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ആഹാ. എന്റെ ജൂനിയറായിട്ട് എന്റെ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന രമാദേവി അമ്പാടി ഡോക്ടർ ഇപ്പൊ നമ്മളെക്കാളും വലിയ ഉയർന്ന നിലയിൽ നല്ല അറിവോടുകൂടി നല്ല പ്രാക്ടീസ് നടത്തുന്നു എന്നുള്ളതിൽ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ രമ ഡോക്ടർ നമ്മുടെ കോളേജിൽ ഇതുപോലെ ഒരു ഒരു ലെക്ചറർ, കോളേജ് പ്രൊഫസർ പഠിപ്പിച്ചതുപോലെ റെസ്ക്യൂ റെമഡിയെ പറ്റി നമുക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. അത് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലെ ഇനിയും ഡോക്ടർ അറിവുകളൊക്കെ നമുക്ക് പകർന്നു തരണം എന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും രമ ഡോക്ടറെ ക്ഷണിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഡോക്ടർക്ക് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു ജയചന്ദ്രൻ. നന്ദി ഓക്കെ ഡോക്ടർ ഓക്കെ ഓക്കെ. ജയചന്ദ്രൻ. നമ്മുടെ സമയം ഇന്നത്തെ 1895 ദിന മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും നമസ്കാരം അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു ഷൈല. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് താങ്ക് യു. നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. നല്ല ആങ്കറിങ് ആയിരുന്നു കേട്ടോ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ഓക്കെ.